ಸರ್ ತಗೊಳ್ಳಿ. ഹലോ. അവന്റെ ഷർട്ടാ. അപ്പൊ നമ്മൾ ഷർട്ടൊന്നും കൊണ്ടുവന്നില്ലായിരുന്നോ? ഓ, ഒന്ന് ക്ഷമിച്ചളയെന്നേ. എനിക്കിപ്പോ എന്തിനാ ക്ഷമിക്കാൻ? अरे मर गया बुड्ढा अपन का बाबा जी. अब कोई जिम्मेदारी नहीं है अपन को. बिल्कुल आजाद है अपन. बुढ़े को जल्दी चलाना है. चलता हूँ. എന്താണ് പറഞ്ഞിട്ട് പോയെ? അച്ഛൻ മരിച്ച എങ്ങനെ? ക്ലിനിക്കൽ ക്ലാരിഫിക്കേഷൻ ഒന്നുമില്ലാതെ എങ്ങനെ ദഹിപ്പിക്കുക? കിഷൻ അന്ന് വിചാരിച്ചിട്ടാ. ഏതായാലും നമുക്കൊന്ന് നോക്കിട്ട് വരാം. അല്ല അത് ഹേ അന്നിട്ട് വേണ്ട. വേണ്ട, നമുക്ക് പോവാം. ആ ചെക്കൻ വിവരമില്ലാണ്ട് ഇങ്ങനെ തന്നെ എടുത്തോണ്ട് പോയി ദഹിപ്പിക്കൂ. എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് എന്തിനാ വെറുതെ? ബാ പോവാം. ഓട്ടോ. किशन जी कार है. ഹലോ സർ, ഞാൻ അവരുടെ പത്നി. കിഷൻ ഇപ്പൊ എന്താ വേണ്ടേ? അന്തിട്ട് പോയെന്ന് അറിയണമെങ്കിൽ ഇല്ല. എത്ര നാളായാലും ശരി നിന്നെ കണ്ട് സംസാരിച്ചിട്ട് പോകുന്നു. വീട്ടിൽ കയറി താമസിപ്പിച്ചാ പിന്നെ സമയത്തിന് തീറ്റയൊക്കെ എത്തിച്ചു കൊടുക്കണ്ടല്ലോ. അതൊക്കെ ഞങ്ങളുടെ സൗകര്യം പോലെ ചെയ്യും. എനിക്കും മമ്മിക്കും അന്തിന്റെ നന്ദി ഇഷ്ടായി. അതാ കിഷൻ ഒന്ന് പോയേ. കിഷൻ എന്ത് കിഷൻ കൈന്ന് വിട്. അതെന്താടി അനന്തുവിനെ മാത്രം അനന്തു ഏട്ടൻ? അതങ്ങനെയാ, ഓരോരുത്തരുടെ സ്വഭാവത്തിന് ഗുണമായിരിക്കും. അപ്പോഴത്തെ എക്സ്പ്രഷൻ അന്തിനൊന്ന് കാണായിരുന്നു. വന്നാ മതിയായിരുന്നു ഗുരുവായൂരപ്പ. എന്താ? എനിക്ക് ഈ സൈലൻസ് ഇഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ ചറപറാന്ന് പറഞ്ഞോണ്ടിരിക്കണം. പറഞ്ഞു ഇങ്ങനെ എങ്ങനെ പോട്ട് നോക്കിക്കൊണ്ടിരുന്ന എങ്ങനെയാ പറയാ? അഖിലേക്ക് ഇത്തിരി വട്ടുണ്ട്, ഒരു കുന്നിക്കുരുവോളം. അതെല്ലാവർക്കും ഇഷ്ടാവണ ഒരു വട്ട. അങ്ങനെ അങ്ങനെ വരട്ടടോ. കിഷണ, ഞാൻ പറഞ്ഞില്ലേ കുടുംബമായിട്ട് താമസവും തുടങ്ങിയ? തുടങ്ങിയില്ല, പക്ഷെ ഞങ്ങള് ഭാവി പരിപാടികളെ കുറിച്ചുള്ള ചർച്ച തുടങ്ങി വെച്ചു. നീ ചിരിച്ചോ? ഓടി പോണ്ട്. പിന്നെ നീ നിൽക്കുന്നിടത്ത് മനുഷ്യന്മാർക്ക് നിൽക്കാൻ പറ്റുമോ? അന്തടാ വരുന്നേ. വരണ്ട. ദേ നാളെ ആദ്യത്തെ വണ്ടിക്ക് സ്ഥലം വിട്ടോണം. ചുമ്മാ. എടി നിന്നെ മോളെ കയറൂരി വിട്ടിരിക്കുകയാണല്ലേ, പിന്നെ കരയേണ്ടി വരും. ഓ മമ്മി കൊറേ കരഞ്ഞതാ മോനെ. നീ ഇപ്പോഴും അച്ഛന്റെ പുന്നാരമോൻ തന്നെ ആണല്ലോ അല്ലേ? ഏയ് ഞാനിപ്പോ കുടിക്കും, സത്യമായിട്ടും കുടിക്കും. നീ ഇപ്പൊ എന്തിനാ വന്നേ? നീ ഒന്ന് വീട്ടിലേക്ക് വരണം. അയാൾ ചത്തോ? കിച്ചു, കുട്ടിക്കാലത്ത് ധരിച്ചു വെച്ച ഓരോ അബദ്ധങ്ങളുടെ പേരില് നീ ഇപ്പോഴും വേണ്ട. അയാൾക്ക് വേണ്ടി ന്യായം ഒന്നും പറയണ്ട, ഒന്നും മറന്നിട്ടില്ല. ഞാൻ ചത്തിട്ട് എന്റെ ശവം കൊണ്ടുവന്ന് കിടത്തി നോക്ക്, അയാൾ പുറംകാലം കൊണ്ട് തട്ടുകയുള്ളൂ. വേണ്ടെങ്കിൽ ഒഴിച്ചു കളന്നേക്ക്.
വീട്ടിലേക്ക് വരുന്നില്ലെങ്കിൽ വേണ്ട. ഒന്ന് വൃത്തിയായിട്ട് ജീവിക്കെങ്കിലും ചെയ്തുകൂടെ നിനക്ക്? ഏതോ വൃത്തികെട്ട മനുഷ്യന് വേണ്ടി ജീവൻ പണയം വെച്ചുള്ള നിന്റെ നിർത്തറ. ഗോവയിലെ തെരുവുകളെ പറ്റി അറിയോ നിനക്ക്? അവിടുത്തെ പോലീസുകാരുടെയും റൗഡികളുടെയും തല്ലുകൊണ്ട് ഒരു ചാവാലി പട്ടിയെ പോലെ പട്ടിണി കിടന്ന് നരകിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ആ മനുഷ്യനില്ലായിരുന്നെങ്കിൽ എന്നെ ചത്തൊടുങ്ങേണ്ടതാ. ഗോവിന്ദ്ജിയോടുള്ള കടപ്പാട് തീർക്കാനേ എനിക്ക് ഈ ജന്മം തികയും. എന്തിനാ ഇങ്ങനെ വെട്ടിവേഷം കിട്ടുന്നേ? പോയി കിടന്ന് ഉറങ്ങിക്കോ. നിന്നോട് ആരാ ഇതൊക്കെ കെട്ടിപ്പറക്കി കൊണ്ടുവരാൻ പറഞ്ഞേ? അങ്ങോട്ട് മാറി നിക്ക്. ഇത് നിനക്കല്ല, അന്തേട്ടനാ. അന്തേട്ടാ എവിടെ? അടിച്ച് ഫിറ്റായി കിടക്കുക. ഇനി ശാപ്പാടൊന്നും വേണ്ട. ഫ്ലാറ്റ് നന്ദുവേട്ട. പുഷ്പാംഗത. ഓ ഇരിക്കും. വേണ്ട ജി. ആ ഇരിക്കടോ. ഞാനിവിടെ നിന്നോളാം ജി. താനൊരെണ്ണം വിട്ടോ. റം അടിച്ചാൽ എനിക്ക് വയറിളകും. അമ്മയാണ് സത്യം, എനിക്ക് വയറിളകും. നേരാമണ്ണം വയറ്റിന്ന് പോകാത്തതിന്റെ ഒരു അസ്കിയത തന്റെ മോന്തെ കാണാനുണ്ട്. എടുത്ത് കുടിക്കടാ. किशन जी നീ ചത്തില്ലേ? എന്നായിരിക്കും. नहीं जी, मैं इधर ही. ഇരിക്കടാ നായിന്റെ മോനെ എന്നവന് ഹിന്ദി പറഞ്ഞുകൂടെ? ജി എനിക്ക് ഹിന്ദി അങ്ങനെ വലിയൊരു പിടി. ഇങ്ങനെയൊക്കെ ആണല്ലോടോ ഭാഷ പഠിക്കുന്നത്. ട്രൈ. बैठिए कुत्ते का बेटा. ആ കറക്റ്റ്. किशन जी, अब तो अपन को कोई जिम्मेदारी नहीं है. अपन को अपने साथ रख लो, वरना पुलिस के जूते खाकर मर जाऊंगा. थोड़ी दया करो. ദയ ദയ യാചിക്കുന്നവനും ദയ തോന്നുന്നവനും ഈ പണിക്ക് പറ്റില്ല. നിന്നെ അറിയേണ്ടവരെല്ലാം നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. സമയമാകുമ്പോ തേടി വന്നോളും. അങ്ങനെ അല്ലാതെ താൻ ആദ്യം വേണ്ടത് മനസ്സിൽ നിന്ന് ദയ, കാരുണ്യം ഇതെല്ലാം എടുത്ത് ദൂരെ കളയണം. പിന്നെ റം അടിച്ച വയറിളകുകയും ചെയ്യരുത്. ജി
ഇവനൊരു ചുക്കും മനസ്സിലായിട്ടില്ല. നിനക്ക് മനസ്സിലായി? ഓ എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? അവൻ ദയ ചോദിച്ചു, അപ്പൊ അവന് ഈ പണിക്ക് പറ്റില്ല. ഇപ്പൊ കൃഷ്ണൻജി ദയ കാണിച്ചാൽ കൃഷ്ണൻജി ഈ പണിക്ക് പറ്റാത്ത ആളാവും. നീ കൊള്ളാടാ, പേര് പുഷ്പാങ്കതനായി പോയെന്നേ ഉള്ളൂ. താങ്ക്സ്. ഒരു കാര്യം ചെയ്യ്, നീ മനസ്സിലാക്കിയ കാര്യങ്ങള് അവനെ ഹിന്ദി പറഞ്ഞ് മനസ്സിലാക്കി. അത് കാറ് അത് ഞാൻ ഡ്രൈവ് ചെയ്ത് വെക്കോളാം. തൂ ബായ് ഓ ഹിന്ദി മേ സംജാതെ. ഒന്നുമില്ല. ബാത് യേ ഹേ കി തും ദയാ മാംഗാ താ നാ.